ആൻറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ആൻറ്റി 30 വർഷമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുകയാണല്ലോ. അപ്പോൾ മദർ തെരേസ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നതിനേക്കാളും ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആൻറ്റി എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉള്ള സങ്കടവും വിഷമവും തരണം ചെയ്തുകൊണ്ട് ജീവിച്ചത് ഒന്ന് പറയാമോ? ഈശോയിലുള്ള സ്നേഹം കൊണ്ട് അത്ര മാധുര്യമായിരുന്നു, എനിക്ക് സങ്കടമില്ലായിരുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നെന്നാണോ പറയുന്നത്? അതെ, സർവ്വസമയവും ഈശോയിൽ സമർപ്പിച്ച് ഈശോ എന്നെ കരം പിടിച്ച് മാർബോട് അണച്ചാണ് എന്നെ ജീവിപ്പിച്ചത്. അപ്പോൾ യേശു ഉണ്ടെന്ന് ഉറപ്പാണ്? ഉറപ്പാണ്. അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്? അനുഭവിച്ച് പൂർണ്ണമായിട്ട് ഞാൻ രുചിച്ച് അനുഭവിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് വ്യക്തികൾ, ആൻറ്റിയെ പോലെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തികളുണ്ട്. അവർക്ക് ആൻറ്റിക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മൾ ആഴമായി വചനം ശ്രവിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ധൈര്യവും എല്ലാ ഈശോയിലുള്ള ആ മാധുര്യവും നമുക്ക് അനുഭവിച്ച് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ വചനമാണ് ആൻറ്റിയെ ശക്തിപ്പെടുത്തുന്നത്? വചനമാണ് എന്നെ ശക്തിപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ അടുത്തും പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന സാഹചര്യത്തിൽ ബൈബിൾ എല്ലാ ദിവസവും വായിക്കുന്നുണ്ടോ? വായിക്കും. ഓക്കെ, ബൈബിള് വചനമാണ് ആൻറ്റിയെ ശക്തിപ്പെടുത്തുന്നത്. അതിൽ യേശു പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രചോദനമായിരിക്കും അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു.